നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയതിനെ ചൊല്ലി സംഘർഷം. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സംഘർഷാവസ്ഥയുണ്ടായതോടെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കാണ്. ടൗണിലെ ഗതാഗത പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്ന് പാർട്ടി നടപടി നേരിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശശിക്കെതിരെ പാർട്ടി ഘടകത്തിന് ലഭിച്ചത് 1 ഡസനോളം പരാതികൾ. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതോടെ PK ശശി KTDC ചെയർമാൻ സ്ഥാനവും രാജിവെച്ചേക്കുമെന്നും സൂചന. പുതിയ ബസ് റൂട്ടുകളും അധിക സർവീസുകളും സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്താൻ മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി ജനകീയ സദസ്സ് നടന്നു. പെരിന്തൽമണ്ണ താലൂക്ക് തല ജനകീയ സദസ്സ് ആഗസ്റ്റ് 23-ന്. ചെറുപ്പളശ്ശേരി നഗര നവീകരണം 2ാം ഘട്ട ടാറിംഗ് ആരംഭിച്ചു. പുത്തനാൽക്കാവ് മുതൽ കച്ചേരിക്കുന്ന് കയറ്റം വരെയാണ് ടാറിംഗ് നടക്കുന്നത്. ഓണത്തിന് മുമ്പ് നഗരത്തിൽ ഉൾപ്പെടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ശ്രമം. ക്ലീൻ തച്ചനാട്ടുകര ക്യാമ്പയിൻ. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് KPM സർ. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. ഇതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയും ഉണ്ടായി. പോലീസ് ലാത്തി വീശി. നിരവധി പേർക്ക് പരിക്കാം. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. പാലത്തിലെ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കാൻ വൈകുന്നതിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നുവെന്ന് പറഞ്ഞ് മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രവർത്തകർ പ്രകടനവുമായി പാലത്തിലേക്ക് എത്തുകയായിരുന്നു. വളരെ കൃത്യമായി ഏറ്റവും പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി കടന്നു വരുന്നത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. 1 മാസക്കാലമായി ഈ പാലം ഇനി പണി കഴിപ്പിക്കാൻ വേണ്ടി പോകുന്നവർക്ക് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 30-ാം തീയതി പാലത്തിന്റെ മുകളിലേക്ക് വെള്ളം കയറി. ഈ പാലം ഒരു ചൂടിക്കയറ് കെട്ടി ഗതാഗതം നിയന്ത്രിക്കാൻ പോലും പറ്റാതെ, ഒരു ചൂടിക്കയറ് പോലും വാങ്ങാൻ പറ്റാത്ത തദ്ദേശ സ്ഥാപനമാണ് ഈ നാട്ടിലുള്ളത് എന്ന് ഏറ്റവും പ്രയാസത്തോട് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ ഇവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡിൽ നിന്ന് മാറാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു. തുടർന്ന് പോലീസ് പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളും ഉണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായാണ് വിവരം.
നമ്മുടെ പിള്ളേരെ നോക്ക്, പിള്ളേർ കൊണ്ടിരുന്നിട്ടാ അലിക്ക അലിക്ക അലിക്ക. പട്ടാമ്പി ടൗണിൽ നടപ്പാക്കുന്ന തലതിരിഞ്ഞ ഗതാഗത പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി നഗരസഭ UDF കൗൺസിലർമാർ. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗം വിളിക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ആവശ്യം ഉന്നയിച്ചുള്ള നിവേദനം നഗരസഭാ അധികൃതർക്ക് കൈമാറി. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും UDF കൗൺസിലർമാർ സൂചിപ്പിച്ചു. യാതൊരുവിധ ചർച്ചയും നടക്കാതെയാണ് ഇപ്പോഴത്തെ ട്രാഫിക് പരിഷ്കാരം. ഇത് അംഗീകരിക്കാനാവില്ല. ഇതുമൂലം വ്യാപാരികളും പൊതുജനവും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാതെയുള്ള ഗതാഗത പരിഷ്കരണം ഉചിതമായില്ലെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി അതിൽ ദിക്കും അതിരും റോഡും തിരിച്ചറിയാത്ത ആളുകളാണ് അതിൽ പലരും. അവർ പട്ടാമ്പിയുടെ നാലതിരറിയാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അവരുടെ പ്രാതിനിധ്യമുള്ള പാർട്ടികളും ഇവിടെയുള്ള വ്യാപാരി സംഘടനകളൊക്കെ ഇരിക്കെ അവരെയൊക്കെ നോക്കുകുത്തികളാക്കി ധിക്കാരപൂർവം പട്ടാമ്പിയിലെ ട്രാഫിക് അതോറിറ്റി എടുത്ത തീരുമാനം ജനങ്ങളെ വലയ്ക്കുന്ന തരത്തിലാണ്. കേരള മുനിസിപ്പൽ ആക്ട് റൂള് 10(7) പ്രകാരം ഒരു നഗരസഭാ ഭരണസമിതിയുടെ 1/3 അംഗങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അംഗങ്ങൾ ഒപ്പിട്ട് അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള ആ നിബന്ധന ഈ നഗരസഭാ ഭരണസമിതി പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിന്ന് നഗരസഭയിലെ UDFൻ്റെ കൗൺസിലർമാർ അടിയന്തര കൗൺസിൽ യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറിക്കും കത്ത് നൽകിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഭരണാധികാരികൾ അവർ ചെയ്തു വെച്ച ഒരു പ്രോസസ്സ് എന്ന് പറയപ്പെടുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പട്ടാമ്പിയിലെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി അത് ആ സംവിധാനം കൊണ്ടെത്തിക്കാൻ സാധ്യമായിരുന്നു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ അധികൃതർ സ്വീകരിക്കുന്ന മെല്ലെ പോക്ക് സമീപനം അവസാനിപ്പിക്കണമെന്ന് PDP. അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് 3 ആഴ്ച പിന്നിട്ടു. എന്നിട്ടും ഇത് പുനഃസ്ഥാപിക്കാനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതുമൂലം ആയിരക്കണക്കിന് ആളുകളാണ് ദുരിതം അനുഭവിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള മെല്ലെപ്പോക്ക് സമീപനം തിരുത്തണം. അല്ലാത്തപക്ഷം റോഡ് ഉപരോധനമുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ടൗണിലെ റോഡുകളുടെ സ്ഥിതിയും ദയനീയമാണ്. ഇതിനും ആവശ്യമായ നടപടികൾ വേണമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രശ്നം സംഭവിച്ച ശേഷം 3 ആഴ്ചകൾ പിന്നിട്ടു. ഇതുവരെയായിട്ടും അത് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരാഴ്ചക്ക് ശേഷം പാലം പരിശോധിച്ച ഉദ്യോഗസ്ഥർ അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ അതിന്റെ കൈവരി തകർന്നതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പട്ടാമ്പിയിലൂടെ കടന്നു വരുന്നത്. ഇപ്പൊ ഇതുവഴി ഈ ഒരു വരിയായിട്ട് കടത്തിവിടുന്നത് മൂലം തന്നെ കിലോമീറ്ററുകൾ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് പട്ടാമ്പിയിൽ കാണാനുള്ളത്. ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്.
ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ, അതുപോലെ തന്നെ കോളേജുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരൊക്കെ വളരെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ വർക്കും പോലെ ഇതിനെ കാണാതെ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു വർക്കാണ്. പട്ടാമ്പിയിലെ ഗുരുവായൂർ, കൂറ്റനാട് ഭാഗത്ത്, തൃത്താല ഭാഗത്തൊക്കെ പട്ടാമ്പിക്കാർക്ക് കടന്നു പോകുന്ന ഒരു ഏക വഴിയാണ് ഈ പാലം. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ബഷീർ പട്ടാമ്പി, അബൂബക്കർ പൂതാനയിൽ, മുത്തുമൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടി നടപടി നേരിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗമായ PK ശശിക്കെതിരെ പാർട്ടി ഘടകത്തിന് ലഭിച്ചത് 1 ഡസനോളം പരാതികളെല്ലാം വിശദമായി പരിശോധിച്ചാണ് പാർട്ടി നേതൃത്വം കടുത്ത നടപടികളിലേക്ക് കടന്നതെന്നാണ് വിവരം. ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതോടെ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നും സൂചനയുണ്ട്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് സഹകരണ വകുപ്പിന്റെ അനുമതി തേടിയില്ലെന്നും കോളേജിനു വേണ്ടി 5 കോടി രൂപ താലൂക്കിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഷെയർ പിരിച്ചത് പാർട്ടിയുടെ അനുവാദമില്ലാതെയാണെന്നുമാണ് പരാതികളിൽ പ്രധാനം. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും DYFI ജില്ലാ സമ്മേളനത്തിന്റെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വീതം സഹകരണ ബാങ്കിലുള്ള സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്ന ഗുരുതരമായ പരാതി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ലഭിച്ചു. ഈ പരാതികൾ സാധൂകരിക്കുന്ന തെളിവുകളും പരാതിക്കാർ അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയെന്നാണ് വിവരം. CPM ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലും ഭരണസമിതി നിശ്ചയിക്കുന്നതിലും വഴിവിട്ട് ഇടപെട്ടു. യൂണിവേഴ്സൽ കോളേജിലും സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 30ഓളം തസ്തികകളിൽ ബന്ധുക്കളെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും നിയമിച്ചുവെന്നാണ് മറ്റൊരു പരാതി. യൂണിവേഴ്സൽ കോളേജിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള ശശി കോളേജിന്റെ ചെയർമാൻ പദവി ഏറ്റെടുത്തത് നിയമവിരുദ്ധമാണ്. കോപ്പറേറ്റീവ് കോളേജിൽ വിരമിച്ചവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതിനെതിരെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലെ തീരുമാനം വരെ അട്ടിമറിച്ചു. സംസ്ഥാന നേതൃത്വം പങ്കെടുക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടുവെന്നും ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നതിന് മുമ്പ് യൂണിവേഴ്സൽ കോളേജിലും KTDCയിലും ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നതായും നേതൃത്വം ലഭിച്ച പരാതികളിലുണ്ട്. സമ്മേളനങ്ങളുടെയും പാർട്ടി ഓഫീസ് അറ്റകുറ്റപ്പണികളുടെയും കണക്ക് അവതരിപ്പിക്കാറില്ല. യൂണിവേഴ്സൽ കോളേജ് സെക്രട്ടറിയെ അന്യായമായി പിരിച്ചുവിട്ടെന്ന പരാതിയിൽ പാർട്ടി അന്വേഷണം തീരുന്നതുവരെ ഭരണസമിതിയിൽ ആരെയും ഉൾപ്പെടുത്തരുതെന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായി മനോമോഹനെ ഹോണററി സെക്രട്ടറിയായി നിയമിച്ചതടക്കം പരാതികളാണ് അന്വേഷണ കമ്മീഷൻ പരിശോധിച്ചത്. ചെറുപ്പളശ്ശേരി നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള 2ാം ഘട്ട ടാറിംഗ് ആരംഭിച്ചു. പുത്തനാൽക്കാവ് മുതൽ കച്ചേരിക്കുന്ന് കയറ്റം വരെയാണ് ടാറിംഗ് നടക്കുന്നത്. ചെറുപ്പുളശ്ശേരി നഗര നവീകരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന പരാതികൾക്കിടെയാണ് തിങ്കളാഴ്ച 2ാം ഘട്ട ടാറിംഗ് ആരംഭിച്ചത്. പുത്തനാൽക്കാവ് മുതൽ കച്ചേരിക്കുന്ന് കയറ്റം വരെയാണ് ടാറിംഗ് നടക്കുന്നത്. ആദ്യഘട്ടമായി നേരത്തെ നെല്ലായ സിറ്റി മുതൽ അർബൻ ബാങ്ക് വരെ ടാറിംഗ് നടത്തിയിരുന്നു. ഓണത്തിന് മുമ്പ് നഗരത്തിലുൾപ്പെടെ ആദ്യഘട്ട പ്രവൃത്തികളെങ്കിലും പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. നെല്ലായ സിറ്റി മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെ 10 മീറ്റർ റോഡും ഇരുവശത്തും നടപ്പാതയും, ടൗണിൽ ഗവൺമെന്റ് ആശുപത്രി മുതൽ 14 മീറ്റർ വീതിയിൽ 4 വരിപ്പാതയും നടപ്പാതയും ഡിവൈഡറും ഉൾപ്പെടെയാണ് പദ്ധതി. കിഫ്ബിയിൽ നിന്നും 33.6 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന പ്രവൃത്തികളുടെ കരാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നടപ്പാത, പാർക്കിംഗ് ഏരിയ, തെരുവിളക്കുകൾ, സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയെല്ലാം നഗര നവീകരണത്തിന്റെ ഭാഗമായി നിലവിൽ വരും. അതേസമയം ടൗണിൽ നടക്കുന്ന പ്രവൃത്തികൾക്ക് വേഗം പോരെന്ന ആക്ഷേപമുണ്ട്. പലയിടത്തും റോഡ് പൊളിച്ചിട്ടതും കുണ്ടും കുഴിയും കാരണം ഗതാഗതക്കുരുക്കും കടുത്ത യാത്രാ ദുരിതവുമാണ് നേരിടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നെല്ലായ സിറ്റിയിൽ നിന്നും പ്രവൃത്തികൾ ആരംഭിച്ചത്. 18 മാസമാണ് കരാർ കാലാവധി. പുതിയ ബസ് റൂട്ടുകളും അധിക സർവീസുകളും സംബന്ധിച്ചുള്ള സാധ്യത പഠിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സ് സംഘടിപ്പിക്കും. പെരിന്തൽമണ്ണ താലൂക്ക് തല ജനകീയ സദസ്സ് ആഗസ്റ്റ് 23 നടക്കും. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രേഖാമൂലം അവതരിപ്പിക്കാം. പുതിയ ബസ് റൂട്ടുകളുടെ ആവശ്യത്തിനും നിലവിൽ ബസ് സർവീസുള്ള റൂട്ടുകളിൽ കൂടുതൽ സർവീസുകൾ അനുവദിക്കുന്നതിനും സാധ്യത തെളിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് സാധ്യതാ പഠനം നടത്തും. പുതിയ റൂട്ട് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടാൽ വിവിധ റൂട്ടുകളിൽ നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. നിലവിൽ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളും ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളും കണ്ടെത്താൻ താലൂക്ക് തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ച് വിവരങ്ങൾ ശേഖരിച്ച് വരുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ബസ് തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ജനകീയ സദസ്സുകളിൽ പങ്കെടുക്കാം. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ, പോലീസ്, PWD, മോട്ടോർ വാഹന വകുപ്പ്, KSRTC ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം സംബന്ധിച്ച് രേഖാമൂലം ജനകീയ സദസ്സിൽ അവതരിപ്പിക്കാം. സദസ്സിൽ ഉയരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സാധ്യതാ പഠനം നടത്തി പുതിയ റൂട്ട് നോട്ടിഫിക്കേഷൻ നടക്കും.
ദേശസാൽകൃത റൂട്ടുകളുടെ സാധ്യതകളും പരിശോധിക്കും. പെരിന്തൽമണ്ണ താലൂക്ക് തല ജനകീയ സദസ്സ് ഓഗസ്റ്റ് 23 ഉച്ചയ്ക്ക് 2 നഗരസഭാ ഹാളിൽ ചേരും. പൊതുജനങ്ങൾക്ക് ഇതു സംബന്ധിച്ച് ആഗസ്റ്റ് 18 വരെ ജോയിന്റ് RTO ഓഫീസിൽ രേഖാമൂലം പരാതികൾ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. ക്ലീൻ തച്ചനാട്ടുകര ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറ വയ്ക്കാൻ ഭരണസമിതി യോഗത്തിൽ തീരുമാനം. ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ഇതിനായി ലഭിച്ചതായി പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറ വയ്ക്കാൻ ഭരണസമിതി യോഗത്തിൽ തീരുമാനം. ഇതിനായി ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. മാലിന്യം തള്ളൽ പതിവായ ഇടങ്ങളായ തൊടുകാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് പരിസരത്തും ചെത്തല്ലൂർ മുറിയൻകണ്ണി പാലത്തിനോട് ചേർന്നുമാണ് ആദ്യഘട്ടമായി ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. വഴിയാത്രക്കാരും അതുപോലെ തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളും ഫോറസ്റ്റ് പ്രദേശമായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലൊക്കെ മാലിന്യ നിക്ഷേപം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഈ പ്രദേശം ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ മുറിയൻകണ്ണി പാലം ഉൾപ്പെടെയുള്ള, കാരണം പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പുഴയിലേക്ക് മാലിന്യം വാഹനങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്ന സാഹചര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം മേഖലകളിലെല്ലാം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിക്കാണ് ഗ്രാമപഞ്ചായത്ത് രൂപം നൽകിയിട്ടുള്ളത്. മാലിന്യം തള്ളുന്ന ആളുകളെയും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും തിരിച്ചറിയാൻ കഴിയുന്ന സാങ്കേതിക മികവുള്ള ക്യാമറകളാണ് സ്ഥാപിക്കുക. SNDP മണ്ണാർക്കാട് യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ചൊവ്വാഴ്ച വിയ്യക്കുറിശ്ശിയിൽ നടത്തും. N ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂണിയന്റെ 50 ശാഖകളിൽ നിന്നുള്ളവർ ആഘോഷത്തിൽ പങ്കെടുക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. വിയ്യക്കുറിശ്ശി SN ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം N ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. റിട്ടയർഡ് ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ഷിബു ദീപം തെളിയിക്കും. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ക്യാഷ് അവാർഡ് നൽകി ആദരിക്കും. ശാഖകളിൽ രാവിലെ 5 മുതൽ ആഘോഷങ്ങൾ നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ഗുരുജയന്തി ആഘോഷം നാളെ മണ്ണാർക്കാട് വെച്ച് നടക്കുകയാണ്. അതിവിപുലമായ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് വയനാട് വലിയൊരു ദുരന്തമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഘോഷ പരിപാടികളും ഒക്കെ മാറ്റിവെച്ച്, ഘോഷയാത്ര അടക്കം മാറ്റിവെച്ച് പൊതുസമ്മേളനവും ശാഖാതലത്തിലുള്ള പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അത് നാളെ 3 മണിക്ക് SNDP യോഗം മണ്ണാർക്കാട് യൂണിയൻ ഓഫീസിൽ വെച്ച് പൊതുസമ്മേളനം നടക്കുകയാണ്. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ മണ്ണാർക്കാട് MLA N ശംസുദ്ദീനാണ്. അതിന് ഭദ്രദീപം തെളിയിക്കുന്നത് ഡോക്ടർ S ഷിബു ആണ്. പിന്നെ SN കോളേജിലെ അധ്യാപകൻ ശ്രീ KK വിനോദ് മാസ്റ്ററാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. മറ്റ് യൂണിയന്റെ ഭാരവാഹികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പ്രസിഡന്റ് NR സുരേഷ്, സെക്രട്ടറി KV പ്രസന്നൻ, RN റജി, PC ജയപ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് DYFI കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി സ്ക്രാപ്പ് കളക്ഷനിലൂടെയും പച്ചക്കറി കിറ്റ് ചാലഞ്ചിലൂടെയും സ്വരൂപിച്ച 1,75,000 രൂപ DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീന് കൈമാറി. CPM ഏരിയ കമ്മിറ്റി അംഗം P സുബ്രഹ്മണ്യൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി അജിത് മോഹൻ, VS സ്റ്റെനിക്കുട്ടൻ, S സുരജ്, V ഗോപകുമാർ, VV വിഷ്ണു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ ഏറ്റെടുക്കാനും 25 വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു നൽകാനുമുള്ള പ്രഖ്യാപനം. 25 വീടുകൾ എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ DYFIയെ സംബന്ധിച്ച് അതിലേക്ക് എത്താനുള്ള മാർഗം പ്രളയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ റീബിൽഡ് കേരള അല്ലെങ്കിൽ നമ്മൾ റീസൈക്കിൾ കേരള എന്ന പേരിൽ നടത്തിയ സ്ക്രാപ്പ് ചലഞ്ചിലൂടെ സമാഹരിച്ച് നൽകിയ 11 കോടി രൂപയുടെ ഒരു പ്രവർത്തനം നമ്മുടെ മുന്നിലുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ വിജയികളായവരെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്രെയിലി പഠിതാവായ അബ്ദുൽ ഖാദറിനെ പ്രത്യേകം ആദരിച്ചു. ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാർത്ഥികളായ നുസ്രത്ത്, ശംസുദ്ദീൻ, മുതിർന്ന പഠിതാവായ നാലകത്ത് മൊയ്തു, അഷ്റഫ് T, CGC, മുഹമ്മദ് നൌഷാദ് എന്നിവരെയും അനുമോദിച്ചു. ബ്ലോക്ക് തലത്തിൽ നടന്ന
പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വനജ കുഞ്ഞംകുളത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ അസീസ് പട്ടിക്കാട്, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, PK അയമു, ബ്ലോക്ക് സാക്ഷരതാ മിഷൻ N രമാദേവി, പ്രേരക TP ദേവി എന്നിവരും സംസാരിച്ചു. പൂക്കോട്ടുകാവ് കിണാശ്ശേരിയിൽ ഗ്രാമിക വായനശാല പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം MLA K പ്രേംകുമാർ നിർവഹിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കവിയുമായ ഹരിശങ്കർ മുന്നൂർക്കോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ മോഹനൻ, വായനശാല സെക്രട്ടറി K ജയപ്രസാദ്, പ്രസിഡന്റ് രാജേഷ് പരിയാനംപറ്റ, എഴുത്തുകാരനും വിദ്യാഭ്യാസ ചിന്തകനുമായ മനോഹരൻ, വാർഡ് മെമ്പർ സതി ദേവി എന്നിവർ സംസാരിച്ചു. പുസ്തക ചലഞ്ചിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് പുസ്തകം സമാഹരിച്ചും പാലട ചലഞ്ചിലൂടെ ധനസമാഹരണം നടത്തിയുമാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പരിസരത്ത് പ്രധാന പാതയിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി സബ്വേ നിർമ്മിക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലപ്പുറം യൂണിറ്റ് കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MA പൊന്മല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പരിസരത്ത് പാത മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സബ്വേ നിർമ്മിക്കണമെന്നാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലപ്പുറം യൂണിറ്റ് കൺവെൻഷനിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. കൂടാതെ പാതയുടെ ഇരുവശത്തുമുള്ള കാൽനടവഴിയിലെ തടസ്സങ്ങൾ മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MA പൊന്മല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൻവീട്ടിൽ ശശിധരൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ V രാജൻ വിശദീകരണം നടത്തി. A പ്രഭാകരൻ, C ശിവശങ്കരപിള്ള, K ശിവദാസൻ മേനോൻ, ശശിധരൻ പടിഞ്ഞാർക്കര, TK ഉണ്ണികൃഷ്ണൻ, K ദിവാകരൻ, A അങ്കപ്പൻ, VA ശിവനാരായണൻ എന്നിവരും സംസാരിച്ചു. പാലക്കാട് ജില്ലാ TTI PPTTI അധ്യാപക കലോത്സവം LSN TTIയിൽ നടന്നു. K പ്രേംകുമാർ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 16 TTIകളിൽ നിന്നായി ഏകദേശം 300 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ ഉപജില്ലകളിൽ നിന്ന് അധ്യാപകരും പങ്കെടുക്കുന്നുണ്ട്. ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പദ്യം ചൊല്ലൽ, മോണാക്ട്, പ്രസംഗം, പ്രഭാഷണം, സംഘഗാനം തുടങ്ങിയവയാണ് മത്സരങ്ങൾ. K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലോത്സവം ഇവിടെ നടക്കുന്നു എന്നതിന്റെ സന്തോഷം. ഇത് ഒടുവിലത്തെ മത്സരമല്ല, തുടർന്ന് സംസ്ഥാന തലത്തിൽ മത്സരമുണ്ട്. ആ മത്സരത്തിലും പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടമുണ്ടാകട്ടെ, മുന്നേറ്റമുണ്ടാകട്ടെ. അതിൽ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനും നല്ല പെർഫോമൻസ് നടത്താനും അവർക്ക് കഴിയട്ടെ. നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P മായ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K സദനം ഹരികുമാർ മുഖ്യാതിഥിയായി. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ P ശശിധരൻ, DDE P സുനിജ, വാർഡ് കൗൺസിലർ P കല്യാണി, K ജയപ്രകാശ്, AK അനീഷ്, V ലത, K പ്രഭാകരൻ, അഞ്ജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. 5 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ അധ്യക്ഷയാകും. DDE P സുനിജ സമ്മാന വിതരണം നടത്തും. സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സതീഷ് കക്കാരത്ത് രചിച്ച 4ാമത്തെ പുസ്തകം ചൊവ്വാഴ്ച ഞങ്ങാട്ട് AUP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പുസ്തക പ്രകാശനത്തോടൊപ്പം അനുമോദന സദസ്സും കവിയരങ്ങും നടക്കുമെന്നും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സതീഷ് കാക്കരാത്ത് രചിച്ച ഞാൻ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് ഞാങ്ങാട്ടി AUP സ്കൂളിൽ വെച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. അക്ഷരജാലകം ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പുസ്തക പ്രകാശനത്തോടൊപ്പം തന്നെ അനുമോദന സദസ്സും കവിയരങ്ങും നടക്കുമെന്നും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകരായ ഹുസൈൻ തട്ടത്താഴത്ത്, സതീഷ് കാക്കരാത്ത്, രാമനുണ്ണി, പ്രിയങ്ക പവിത്രൻ, വത്സല ഞാങ്ങാട്ടി എന്നിവർ അറിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും പ്രശസ്ത വാദ്യകലാകാരൻ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോട് നിർവഹിക്കും. K ജയശ്രീ ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങും. പ്രശസ്ത കഥാകാരനും മാധ്യമപ്രവർത്തകനുമായ TVM അലി പുസ്തക പരിചയം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടേതായ ആൾക്കാർ, ഒട്ടനവധി കഴിവുള്ള വ്യക്തികളുണ്ട്. അവർ ഇപ്പോൾ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വേദികൾ ലഭിക്കുന്നുണ്ട്. അവരുടെ രചനകൾ വെളിച്ചം കാണുന്നുണ്ട്. അത്തരം വെളിച്ചം കാണുന്ന രചനകളുടെ 100ാമത്തെ പുസ്തകമായിട്ടാണ് അക്ഷരജാലകത്തിന്റെ
വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ സതീഷ് കാക്കരാത്തിന്റെ കവിതാ സമാഹാരം ഞാൻ എന്നാണ് ആ കവിതാ സമാഹാരത്തിന്റെ പേര്. അത് പ്രകാശനം ചെയ്യുകയാണ് AUPS ഞാങ്ങാട്ടിരിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച്. ഈ വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്ക് നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ വാദ്യരംഗത്തെ നമ്മുടെ ഒരു അഭിമാനമായ പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോടി എന്ന ആ മഹത് വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു അക്ഷരജാലത്തിലെ കൂടിച്ചേരലും. അതിൽ 40ഓളം കവിതകളാണ് ഉള്ളത്. ഈ 40ഓളം കവിതകൾ എന്ന് പറയുമ്പോൾ അത് പുതിയ കാലഘട്ടത്തിലേക്കുള്ള കവിതകളാണ്. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കാണുന്ന സംഗതികൾ അതേപോലെ പകർത്തി വെക്കുക, അതിന് വേറെ തരത്തിലുള്ള ഭാവങ്ങളോ താളങ്ങളോ ഒന്നും കൊടുക്കാതെ സാധാരണക്കാരന് വായിച്ചു പോകുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന വരികളിൽ എനിക്ക് അത്തരം കവിതകളോടാണ് ഇഷ്ടം. അള്ളനല്ലൂർ ടൗണിൽ പുതുതായി രൂപീകരിച്ച ദിശ സാംസ്കാരിക കേന്ദ്രവും വായനശാലയും കഥാകൃത്ത് KP ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. 76-ാം വയസ്സിൽ +1 പരീക്ഷ വിജയിച്ച ശ്രീദേവി അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. ദിശ സാംസ്കാരിക കേന്ദ്ര സെക്രട്ടറി അബ്ദുൽ കരീം P അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KS സുദർശനകുമാർ സമാദരണം നടത്തി. 76-ാം വയസ്സിൽ +1 പരീക്ഷ എഴുതി വിജയിച്ച ശ്രീദേവി അമ്മയെ ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് അംഗം P മുസ്തഫ ആദരിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം അംഗത്വ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എഴുത്തുകാരിയും പ്രധാന അധ്യാപികയുമായ K ജുവൈരിയത്ത് വായനശാല പുസ്തക വിതരണം നടത്തി. ദിശ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ഫിറോസ് കീടത്ത്, സെക്രട്ടറി KP ഹരിദാസൻ, A രാമകൃഷ്ണൻ, കാഴ്ച വായനശാല സെക്രട്ടറി രാധാകൃഷ്ണൻ ചൂരക്കാട്ടിൽ, കാസിം ആലായൻ, C ശ്രീരഞ്ജിനി, PPK അബ്ദുറഹ്മാൻ, പുഷ്പലത, K ഭാസ്കരൻ, K രാംകുമാർ, മുജീബ് പാക്കത്ത്, മധു അലനല്ലൂർ, നജീബ് പരിയാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര നാളികേര വികസന ബോർഡും കുണ്ടലക്കാട് സൗപർണിക കൂട്ടായ്മയും സംയുക്തമായി കർഷക ദിനത്തിൽ തെങ്ങിൻ തൈകളുടെ വിതരണവും പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെങ്ങിൻ തൈകളുടെ വിതരണത്തോടൊപ്പം അരിയൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുണ്ടലക്കാട് സൗപർണിക ജംഗ്ഷനിൽ നടന്ന പരിപാടി കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ഉദ്ഘാടനം ചെയ്തു. സൗപർണിക പ്രസിഡന്റ് പറമ്പത്ത് മുഹമ്മദ് അലി അധ്യക്ഷനായി. സൗപർണിക സെക്രട്ടറി PM മുസ്തഫ, രക്ഷാധികാരി AS സൈനാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ റഫീന മുത്തനിയിൽ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹിയാനത്ത്, ഡോക്ടർ നിഷ പ്രസാദ്, നാസർ വേങ്ങ, T ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പാടം ആര്യമ്പാവ് അരിയൂർ GMLP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വർണ്ണക്കൂടാരം കിഡ്സ് പാർക്ക് N ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിനും ഇതോടെ തുടക്കമായി. SSK ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള കിഡ്സ് പാർക്ക് നിർമ്മിച്ചത്. കൃത്രിമമായി നിർമ്മിച്ച വെള്ളച്ചാട്ടവും റോഡുകളും സൈൻ ബോർഡുകളും പാർക്കിനെ മനോഹരമാക്കുന്നു. പാർക്കിന്റെ ഉദ്ഘാടനം N ശംസുദ്ദീൻ MLA നിർവഹിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിനും തുടക്കമായി. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷയായി. MLA ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് നൽകാമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ബസ് ഓണാവധിക്ക് ശേഷം എത്തുമെന്ന് N ശംസുദ്ദീൻ MLA അറിയിച്ചു. LSS നേടിയവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉപഹാരങ്ങൾ നൽകി. ജനപ്രതിനിധികളായ പാറയിൽ മുഹമ്മദ് അലി, റജീന കോഴിശ്ശേരി, റഫീന മുത്തനിൽ, P കുഞ്ഞു മുഹമ്മദ്, റുബിന ചോലക്കൽ, C അബൂബക്കർ, AO TA സിദ്ദീഖ്, K മുഹമ്മദ് അലി, M അബ്ബാസ്, മൊയ്തീൻ പടുവിൽ, KG ബാബു, NP ഹമീദ്, KK ഹംസ, P ബാബുരാജ്, ഷംസുദ്ദീൻ XL, PTA പ്രസിഡന്റ് K പ്രേമൻ, പ്രധാനാധ്യാപിക S ലക്ഷ്മിക്കുട്ടി, EV സുനിത തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂൾ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി വാർഡ് മെമ്പർ സമീറ സലീം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കർഷകനായ ചെറുപ്പറമ്പത്ത് കുട്ടൻമേനോന്റെ വീട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരിമ്പുഴ AMLP സ്കൂളിലെ 300-ലധികം വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. C കുട്ടൻമേനോൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷകനായ അള്ളാളത്തൊടി ശങ്കരൻ, താഴേക്കോട്ടയിൽ ശിവശങ്കരൻ, മുതിയറക്കത്ത് കൃഷ്ണൻകുട്ടി, മുതിർന്ന കർഷക തൊഴിലാളികളായ കോട്ടയിൽ കുട്ടൻ, ഈങ്ങാക്കോട്ടിൽ ബാപ്പു, കാഞ്ഞിരത്തിങ്കൽ കുഞ്ഞുമോൻ എന്നിവർ കുട്ടികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. 2 ഭാഗത്തും കൂടി കൃഷി ഉണ്ടായിരുന്നു. ഇപ്പം അതിലൊരു 10-50 വർക്കൊക്കെ കൃഷി നടത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ കഴുകും തെങ്ങൊക്കെ ആയിട്ട് പോയണം. വാഴ വേറെ ഒന്നുമില്ല. ഇതാണ് കൃഷിയുടെ മാറിയത്. വന്ന് ഈ കൂലി പ്രശ്നവും പിന്നെ കൂലി ഇപ്പോൾ ജാസ്തി, കൃഷിക്ക് വരുമാനം കുറവ്, പിന്നെ പന്നിശല്യം, അങ്ങനെ ആ കാരണം കൊണ്ട് ഒക്കെ മാറ്റി വെക്കണം. ഇവിടെ പഴയതായിട്ട് നാട്ടിയിരുന്നു വലിയ മാല, ചോന്നോണ്ടൻ, പിന്നെയാണ് ചേറ്റാടി വിറ്റ് ചെറുത്തോള് പിന്നെ ഇറങ്ങിക്കണം.
കുട്ടികൾക്ക് പഴയകാല കാർഷികോപകരണങ്ങളും പറ, നാരായം, നാഴി, വീശുമുറം തുടങ്ങിയവയും പരിചയപ്പെടുത്തി. നെൽവിത്ത് വിതയ്ക്കുന്നതും ഞാറുനടിയിലും കൊയ്ത്തും മെതിയും നേരിട്ടുള്ള അനുഭവത്തിലൂടെ കുട്ടികൾ പരിചയപ്പെട്ടു. കൂടാതെ കന്നുപൂട്ടലും അതിൻ്റെ ഭാഗമായ നുഖം, കലപ്പ, ഊർച്ചമരം എന്നിവയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ഹെലൻ കെല്ലർ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരിമ്പുഴ ആറ്റാശ്ശേരി വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും വിസ്മയ ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രദേശത്തെ കർഷകരെ ആദരിച്ചു. കർഷകശ്രീ അവാർഡ് ജേതാവ് സ്വപ്ന ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക ദിനത്തിന്റെ ഭാഗമായാണ് ആറ്റാശ്ശേരി വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും വിസ്മയ ഗ്രാമീണ വായനശാലയും ചേർന്ന് പ്രദേശത്തെ കർഷകരെ ആദരിച്ചത്. CK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കുണ്ടൂർകുന്ന് TSNM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ TM അനുജൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ഖദീജ കാസിം, P ഉണ്ണികൃഷ്ണൻ, M കൃഷ്ണകുമാർ, P ഗോകുലകൃഷ്ണൻ, P അഭിരാം, P ഷൈജു, M കൃഷ്ണകുമാരി, VP സന്തോഷ്, KK മൊയ്തു, C അരവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മമ്മൂട്ടി ചിത്രം ദ കിങ് റിലീസ് ചെയ്യണമെന്ന് നടൻ കുഞ്ചാക്കോ ബോബൻ. ദ കിങ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ മഞ്ഞളാംകുഴി അലി MLAയും പങ്കെടുത്ത പെരിന്തൽമണ്ണ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് കുഞ്ചാക്കോ ബോബൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. മോഹൻലാൽ ചിത്രങ്ങളായ ദേവദൂതനും മണിച്ചിത്രത്താഴും കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. മമ്മൂട്ടി ചിത്രമായ ദ കിങ് റിലീസ് ചെയ്യാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ മഞ്ഞളാംകുഴി അലി MLA ആഗ്രഹിക്കുന്നുണ്ട്. ദ കിങ് റിലീസ് ചെയ്യാൻ പ്രേക്ഷകർക്കും തനിക്കും ആഗ്രഹമുണ്ടെന്നും താനൊരു മമ്മൂട്ടി ആരാധകനാണെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ശ്രീ മഞ്ഞളാംകുഴി അലി സാഹിബ് പറഞ്ഞു അദ്ദേഹം കിങ് എന്നുള്ള പടം 4K റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം എന്നുള്ളൊരു ആഗ്രഹം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും. ഞാൻ ഒരു മമ്മൂക്ക ആരാധകൻ കൂടിയാണ്. ലാലേട്ടൻ്റെ 2 സിനിമകൾ ഇപ്പോൾ റിലീസായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പിന്നോട്ട് പോകണ്ട, 100 നമുക്ക് കിങ് ഇറക്കുക തന്നെ ചെയ്യാം. മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂം ഉദ്ഘാടന വേദിയിലാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത്. താൻ അഭിനയിച്ച നിറം സിനിമ റിലീസ് ചെയ്യുന്നതിന് ഫാൻസ് അസോസിയേഷൻ ഒരുങ്ങുന്നതായും കുഞ്ചാക്കോ ബോബൻ സൂചിപ്പിച്ചു. എനിക്കൊരു നിറം എന്നുള്ള പടത്തിന്റെ ഒരു റിലീസ് അതിന്റെ 25ാമത്തെ വാർഷികത്തിന് ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാൻസിന്റെ പിള്ളേരൊക്കെ കൂടെ ചേർത്താണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ആധുനികമായ ടെക്നിക്കുകൾ ഉപയോഗിച്ച് 4Kയും മറ്റ് സാങ്കേതിക വിദ്യകളും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യപ്പെടുന്നു. അത് വീണ്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ കാണാനായിട്ട് വരുന്നു എന്നുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ്. വാണിജ്യ വാർത്തകൾ. ചെറുപ്പളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമ്പൂർണ്ണ സ്ത്രീരോഗ നിർണയ ക്യാമ്പിന് തുടക്കമായി. ഹോസ്പിറ്റലിലെ നവീകരിച്ച ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നൂർ ജലീല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രഗത്ഭരായ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ടാണ് ചെർപ്പളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമ്പൂർണ്ണ സ്ത്രീരോഗ നിർണയ ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ഹോസ്പിറ്റലിലെ നവീകരിച്ച ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും പ്രസവ ചികിത്സയ്ക്കായി ഹോസ്പിറ്റൽ പ്രഖ്യാപിച്ച പുതിയ പാക്കേജിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നൂർ ജലീല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളുടെ ആരോഗ്യത്തെയും അവരുടെ ജീവിതത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇന്നീ ദിവസത്തിൽ സ്ത്രീകളുടെ ബെറ്റർമെൻറ്റിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും പ്രയത്നിക്കുമ്പോഴും ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഒരുപാട് പേരെ കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും നമ്മൾ സുരക്ഷിതരാണോ, സ്വയം സുരക്ഷിതരെക്കാളും നമ്മൾ സ്വയം കോൺഫിഡൻ്റ് ആണോ, ഡിറ്റർമൈൻഡ് ആണോ,
അതേപോലെ സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നമ്മളൊന്നും കൂടി ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഡേ ടു ഡേ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രത്തോളം മനുഷ്യന്മാർ എന്ന് തന്നെ പറയാം, സ്ത്രീകളെന്നല്ല, പൊതുവെ മനുഷ്യന്മാർ ഈ ലോകത്ത് സേഫാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് തപ്പും അല്ലേ. ഒരുപാട് കേസസും ഒക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും. പക്ഷേങ്കിലും നമുക്ക് ഏറ്റവും വലുത് നമ്മളുടെ സേഫ്റ്റിയും അതേപോലെ നമ്മളുടെ ആരോഗ്യം തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഓഗസ്റ്റ് 24 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, ലാബ് ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ തുടങ്ങിയ എല്ലാവിധ സേവനങ്ങളും സൗജന്യമായാണ് നൽകുന്നത്. കൂടാതെ ആർത്തവ വിരാമ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗം, PCOD പ്രശ്നങ്ങൾ, ഗർഭകാലത്തുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും, ഗർഭാശയം നീക്കം ചെയ്യൽ, ഗർഭാശയ ഇറക്കം, സ്തനരോഗനിർണയത്തിനായുള്ള പരിശോധന തുടങ്ങിയ എല്ലാവിധ സ്ത്രീരോഗങ്ങൾക്കുള്ള ശുശ്രൂഷകളും ക്യാമ്പിൽ ലഭ്യമാക്കുന്നതോടൊപ്പം കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പ്രത്യേക പ്രസവ ചികിത്സാ പാക്കേജിൽ നോർമൽ ഡെലിവറിക്ക് 7,999 രൂപയും സിസേറിയന് 25,999 രൂപയും മാത്രമാണ് ഈടാക്കുന്നതെന്നും സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനീഷ പറഞ്ഞു. കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ നമ്മളുടെ ഇവിടെ ഒരു നിള ക്യാമ്പ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. സ്ത്രീരോഗ നിർണയ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഈ ആഴ്ച ഉടനീളം ഈ ക്യാമ്പ് നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും നമ്മൾ ഈ ക്യാമ്പിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള എല്ലാ രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു പാക്കേജിൽ നമ്മൾ ഇവിടെ ഈ ഒരു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെലിവറി റേറ്റ് വളരെ കുറച്ച്, അതായത് 8,000 രൂപയാണ് നോർമൽ ഒരു വജൈനൽ ഡെലിവറിക്ക്. അപ്പോൾ ഒരു സിസേറിയൻ ആണെങ്കിൽ ഒരു 26,000 രൂപയാണ് പാക്കേജ് വരുന്നത്. ഇതിൽ മെഡിസിൻ കൺസ്യൂമേഴ്സിൻ്റെ മാത്രം ചാർജ് നമ്മൾ ഈടാക്കുന്നുള്ളൂ. ഇതിന് പുറമെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ കൂടുതൽ, അതായത് ഒരു നോർമൽ ഡെലിവറിക്ക് ഒരു സാധാരണ 3 ദിവസത്തെ സ്റ്റേയും ഒരു സിസേറിയൻ ഡെലിവറിക്ക് നമ്മളൊരു 5 ദിവസത്തെ സ്റ്റേയുമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും വരികയാണെങ്കിലോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരികയാണെങ്കിലോ മാത്രം അഡീഷണൽ ചാർജസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതോടൊപ്പം ഈ ക്യാമ്പിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന മറ്റ് ബുദ്ധിമുട്ട്, അതായത് ഫൈബ്രോയിഡ്, ബ്ലീഡിങ് കൂടുതൽ, അല്ലെങ്കിൽ ഓവറിയിലുള്ള മുഴകൾ, അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസർ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം സ്തനരോഗ നിർണയം നമുക്ക് ഇവിടെ നടത്താവുന്നതാണ്. ഇതിൽ ബ്ലഡ് ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് ഒക്കെ, അതും മെഡിസിൻസും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് വില കുറവിൽ കിട്ടും. ചെർപ്പുളശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ലളിത, സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ റജില, ഡോക്ടർ അനീഷ തുടങ്ങിയവരും ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളും ഹോസ്പിറ്റൽ മാനേജ്മെന്റും സ്റ്റാഫും പരിപാടിയിൽ പങ്കെടുത്തു. മണിക്കൂറിനുള്ളിൽ ഡെലിവറിയുമായി ട്രാൻസ്നാഷണൽ കാർഗോയുടെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് TKC ലക്ഷ്മി ഒറ്റപ്പാലം പാലപ്പുറം NSS കോളേജ് വുമൺസ് ഹോസ്റ്റലിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു. VK ശ്രീകണ്ഠൻ MP ഓഫീസിൻ്റെയും K പ്രേംകുമാർ MLA വെയർഹൌസിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പാഴ്സലുകൾ അയച്ചാൽ ഡെലിവറി ലഭിക്കാൻ ഇനി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട. 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും എവിടെയും പാഴ്സലുകൾ എത്തിക്കുന്ന ട്രാൻസ്നാഷണൽ കാർഗോ സർവീസ് TKC ലക്ഷ്മി ഒറ്റപ്പാലം പാലപ്പുറം NSS കോളേജ് വുമൺസ് ഹോസ്റ്റലിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. VK ശ്രീകണ്ഠൻ MP TNCയുടെ ഓഫീസിന്റെയും K പ്രേംകുമാർ MLA വെയർഹൌസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു.
ഇതിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. ഇങ്ങനെ ഒരു സംരംഭം ഒരുപാട് പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നു. നമ്മുടെ നാടിന് ഒരു മുതൽക്കൂട്ടായി സ്ഥാപനമാകട്ടെ. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മികച്ച സ്ഥാപനം കൂടി ഇന്നു മുതൽ നാടിന് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന നിലയിൽ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ TNC എന്ന സംരംഭത്തിന് നല്ല നിലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകാനാകട്ടെ. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് സഹായകരമായ നിലയിലുള്ള നല്ല സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് ഡെലിവറി വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർമാൻ കെ രാജേഷ്, മുൻ MP S അജയ്കുമാർ, KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരീൻ, വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് എന്നിവർ വിശിഷ്ടാതിഥികളായി. നഗരസഭാ കൗൺസിലർമാരായ S ഗംഗാധരൻ, R മണികണ്ഠൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജൻ, മറ്റ് വ്യാപാര സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. കോയമ്പത്തൂർ ആസ്ഥാനമായാണ് TNCയുടെ പ്രവർത്തനം. FMCG പ്രോജക്റ്റുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, പ്ലംബിംഗ് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, TV, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെക്സ്റ്റൈൽ ഐറ്റംസ്, LED ഐറ്റംസ് എന്നിങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ TNC വഴി 24 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും. ബ്രാഞ്ചിന്റെ 750 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സൗകര്യം ഉണ്ടാവുക. ഉപഭോക്താവിന്റെ സൗകര്യാർത്ഥം നേരിട്ടെത്തി ഡെലിവറി സാധനങ്ങൾ പിക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും TNC ഒരുക്കിയിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ രജിസ്റ്റർ ചെയ്യുന്ന ഓർഡറുകളാണ് 24 മണിക്കൂറിനുള്ളിൽ ഡെലിവറി നൽകുന്നത്. ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ 93 ബ്രാഞ്ചുകളിൽ അധികം ഓപ്പൺ ചെയ്യുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ലോകത്ത് എവിടെയും ഡെലിവറി ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് കമ്പനിയെന്ന് ചീഫ് ഓപ്പറേറ്റർ ഓഫീസർ പ്രിൻസ് M മോഹനൻ പറഞ്ഞു. തമിഴ്നാട്, കർണാടക, കേരള 3 സ്റ്റേറ്റിലാണ് നമ്മൾ സർവീസ് തുടങ്ങുന്നത്. അതിൽ തമിഴ്നാട്, കേരള ഇന്ന് സർവീസ് തുടങ്ങി. സെപ്റ്റംബർ 1st വീക്കിൽ കർണാടകത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് ബിസിനസ്. നമ്മുടെ ഒരു സിസ്റ്റം ഇന്ന് ലോജിസ്റ്റിക്സ് സർവീസിൽ ഒരുപാട് അപാകതകൾ പല കമ്പനികൾക്കും ഉണ്ടാകാം. കാരണം ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമാണ് നമ്മുടെ സർവീസ്. ഞങ്ങളുടെ സിസ്റ്റത്തിൽ നെക്സ്റ്റ് ഡേ ഡെലിവറി 24 hours ആണ് നമ്മൾ ടൈം പറയുന്നത്. വൈകിട്ട് 5:30 മുമ്പ് ബുക്കിംഗ് കിട്ടിയാൽ കേരളത്തിൽ എവിടെയായാലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡെലിവറി കൊടുക്കും. അതോടൊപ്പം തന്നെ ചെന്നൈ ടു കേരള, ചെന്നൈയിൽ നിന്നും 5:30 മുമ്പ് ബുക്കിംഗ് വന്നാൽ നെക്സ്റ്റ് ഡേ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ, എറണാകുളം, ട്രിവാൻഡ്രം, കൊച്ചിൻ, കേരള ഫുള്ള് നമ്മൾ സർവീസുണ്ട്. നെക്സ്റ്റ് ഡേ സർവീസ് നടന്നു വരുന്നു. നമ്മൾ പറയുന്നത് ഏകദേശം 750 കിലോമീറ്റർ, ഇന്ത്യയിൽ 750 കിലോമീറ്റർ ചുറ്റളവിൽ 24 hours നമ്മൾ ഡെലിവറി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസ് നാഷണൽ കാർഗോ ചെയ്യുന്നത്. TNCയുടെ എല്ലാ ഓഫീസും കേരളത്തിലുണ്ട്. കേരളത്തിലെ 87 മുനിസിപ്പൽ ഏരിയ, 96 കോർപ്പറേഷനും ടോട്ടലി 93 ബ്രാഞ്ച്, 93 ബ്രാഞ്ചാണ് കേരളത്തിൽ ഓപ്പൺ ആകുന്നത്. അതിൽ ആദ്യത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചാണ് ഒറ്റപ്പാലം ബ്രാഞ്ച് ഇന്ന് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ഒറ്റപ്പാലത്തെ സ്ഥാപന ഉടമയും ബ്രാഞ്ച് ഓപ്പറേറ്ററുമായ TK ചന്ദ്രൻ പറഞ്ഞു. TNC ട്രാൻസ്മിഷൻ കാർഗോ ഇന്ന് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഒറ്റപ്പാലം പാലപ്പുറത്താണ് ഓഫീസ്. അപ്പോൾ ഇന്ന് മുതൽ 24 മണിക്കൂറും എല്ലായിടത്തെയും സർവീസ് നടത്തിയായിരിക്കും. അതിൽ യാതൊരു ബെൻഡിംഗ് ഒന്നും വയ്ക്കില്ല. 24 മണിക്കൂർ കൊണ്ട് കൊടുത്തിരിക്കും, സാധനം കൊടുത്തിരിക്കും. സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞ ചെലവിൽ വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് വഴിയൊരുക്കി ബെയ്റൂട്ട് ഇന്റർനാഷണൽ. 1000-ലേറെ മലയാളി വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനെത്തിച്ച ബെയ്റൂട്ടിന്റെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു.
കുറഞ്ഞ ചെലവിൽ വിദേശ രാജ്യങ്ങളിൽ മികച്ച കോഴ്സുകളിൽ പഠനം സ്വപ്നം കാണുന്നവർക്ക് ബെയ്റൂട്ട് ഇന്റർനാഷണലിനെ സമീപിക്കാം. ലോകത്തെ തിരഞ്ഞെടുത്ത 100-ലധികം യൂണിവേഴ്സിറ്റികളിൽ ഇഷ്ടമുള്ള കോഴ്സുകളിൽ പഠനം നടത്തുന്നതിന് ബെയ്റൂട്ട് അബ്രോഡ് സ്റ്റഡീസ് അവസരമൊരുക്കും. വിദേശത്ത് ദുബായ്, ജോർജിയ എന്നിവിടങ്ങളിലും കേരളത്തിൽ കോഴിക്കോടും എറണാകുളത്തും ബെയ്റൂട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബെയ്റൂട്ട് ഇന്റർനാഷണൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും എത്തി. മണ്ണാർക്കാട് റോഡിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മലയാളികളിലെ മലബാറിലെ ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ തേടി വരുന്നവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ബെയ്റൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റഡി അബ്രോഡ് മാത്രമല്ല, വർക്കും മൈഗ്രേഷനും എല്ലാം നടക്കുന്ന ഒരു വിപുലമായ സ്ഥാപനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെയ്റൂട്ട് ഇനി പെരിന്തൽമണ്ണയിലേക്ക് വരികയാണ്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഏതൊരു പുതിയ സംരംഭത്തിനും ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണ്. ഇവിടെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ബെയ്റൂട്ടിന് വളരെ ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കാനും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സഹായമാകാനും അതുവഴി നമ്മുടെ സാമൂഹ്യ മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനും വലിയ തോതിലുള്ള ഒരു വിദേശ വരുമാനം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനുമുള്ള വാതിൽ തുറക്കുന്നതാകട്ടെ ബെയ്റൂട്ട് എന്ന് ആശംസിക്കുന്നു. വിദ്യാർത്ഥികൾ പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഗായകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഹനാൻ ഷാ മുഖ്യാതിഥിയായിരുന്നു. നമ്മൾ ബെയ്റൂട്ടിൻ്റെ കൂടെ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ടുണ്ട്. അവരുടെ ഓരോ ജേണിയും അവരുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ സമയവും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റുഡൻസിനെ കാണാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ജോർജിയയിൽ പോയിരുന്നു. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് കറൻ്റ് ഇപ്പോൾ ജോർജിയയിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3rd ഇയർ, 2nd ഇയർ, 1st ഇയർ ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ വർഷം കാണാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ത്രൂ പോയ സ്റ്റുഡൻസിനെ എല്ലാവരെയും പോയി മീറ്റ് ചെയ്യാനും അവിടുത്തെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും കോഴിക്കോടും ആലുവയൊക്കെ നമ്മൾ വിജയകരമായി തുടർന്ന് കൊണ്ടുപോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, V ഗഫൂർ, ഷൈജൽ, ഉമർ ഷെരീഫ് തുടങ്ങിയ ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബെയ്റൂട്ട് CEO മുഹമ്മദ് വാജിദ്, CEO ഫസൽ റഹ്മാൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അസർ എന്നിവർ പെരിന്തൽമണ്ണ ഫ്രാഞ്ചൈസിയുടെ എഗ്രിമെന്റ് പത്രം ചടങ്ങിൽ കൈമാറി. ബ്രാഞ്ച് മാനേജിംഗ് പാർട്ണർമാരായ M ഹാരിസ്, AK മിഥിലാജ്, AK മുജീബ്, AK മുഹമ്മദ് മുഫീദ് എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രധാനമായും UK, ജോർജിയ, അയർലാൻഡ്, ഓസ്ട്രിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിനാണ് ബെയ്റൂട്ട് വഴിയൊരുക്കുന്നത്. ഇതിന് വിദഗ്ധരായ കൗൺസിലേഴ്സ് സഹായിക്കും. +2 അല്ലെങ്കിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ലളിതമായ പ്രവേശന നടപടികളിലൂടെ 1.5 ലക്ഷം രൂപ മുതൽ ഫീസ് നിരക്കിൽ പഠനം ആരംഭിക്കാനാകും. ദീർഘകാലമായി പഠനം നിർത്തിയവരാണെങ്കിൽ പോലും UKയിലെ വേൾഡ് ടോപ്പ് റാങ്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോടെ പഠിക്കാനാകും. ഓസ്ട്രിയയിൽ അടക്കമുള്ള യൂറോപ്പിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രതിവർഷം 68,000 രൂപ മുതൽ ഫീസ് നിരക്കിൽ പഠിക്കാൻ അവസരമുണ്ട്. മെഡിക്കൽ പഠനം സ്വപ്നം കാണുന്നവർക്ക് കുറഞ്ഞ ഫീസിൽ ജോർജിയയിലെ യൂണിവേഴ്സിറ്റികളിൽ MBBSന് പ്രവേശനം നേടാം. NMC, ECFMG അംഗീകാരമുള്ളതാണ് MBBS കോഴ്സുകൾ. ഒട്ടുമിക്ക കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ അഡ്മിഷൻ എടുത്ത് അബ്രോഡിലേക്ക് പോകാനെടുക്കുന്ന ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി അവർ ചൂസ് ചെയ്യുന്നത് റോങ് ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് MBBS പോലത്തെ ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനും വേണ്ടിയിട്ട് അബ്രോഡ് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ആ യൂണിവേഴ്സിറ്റിൻ്റെ വാല്യൂ ആണ്. ആ യൂണിവേഴ്സിറ്റി എത്ര റാങ്കിങ് ലിസ്റ്റിലാണ് ഉള്ളത്, ആ യൂണിവേഴ്സിറ്റിൻ്റെ വാല്യൂ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ യൂണിവേഴ്സിറ്റി വളരെ വാല്യൂ കുറഞ്ഞ യൂണിവേഴ്സിറ്റീസാണ്. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്തിട്ടാണ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. അത് വളരെ റാങ്കിങ് കൂടിയ യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഉഷാറാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ഇപ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ലോ റാങ്കിങ്ങിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സജസ്റ്റ് ചെയ്തതിൽ നമുക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളെ നേരെ അങ്ങോട്ട് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ കുറേ കുട്ടികളെ ചതിക്കുയിലേക്ക് വീഴ്ത്താൻ പറ്റും. പക്ഷേ ഞങ്ങൾക്കതിന് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
വളരെ ചുരുക്കം, വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അബ്രോഡിലേക്ക് പറഞ്ഞേക്കും. വിദേശത്തെത്തി കോഴ്സ് പൂർത്തിയാക്കി മടങ്ങുന്നതുവരെയുള്ള വിസ, ട്രാവൽ, പ്രവേശന നടപടികൾ, താമസം, ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ബെയ്റൂട്ട് ഉറപ്പാക്കും. 7 വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ബെയ്റൂട്ട് വിദ്യാർത്ഥികൾക്ക് ലോൺ, സ്കോളർഷിപ്പ് സഹായങ്ങളും IELTS ട്രെയിനിങ്ങും നൽകി വരുന്നു. എയർപോർട്ട് പിക്കപ്പ് എടുത്തതിന് ശേഷം മുതലുള്ള സിം കാർഡ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും അവർ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി വിസിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് കൊടുത്തിട്ട് അവരെ റൂമിലാക്കിയിട്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും വരെ നമ്മൾ ഏൽപ്പിച്ചിട്ട്, 1 മാസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും വരെ നമ്മൾ ഏൽപ്പിച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ റൂമിലേക്ക് തിരിച്ചു വരിക. അതും സ്റ്റുഡൻസിന് ഒരു പ്രഷറും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് 1 മാസം കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മെസ്സ്, അതായത് 1 മാസത്തെ ഫുഡ് അവർക്ക് നിർത്താം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടാണ് സ്റ്റുഡൻസിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പം A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും. പിന്നെ നമ്മളും എന്ത് ചെയ്യുന്നതാണ്, അബ്രോഡ്, അതായത് ഇപ്പോൾ ജോർജിയയിലാണെന്നുണ്ടെങ്കിൽ ഞാനുണ്ടാകുമ്പം വേറെ ഏത് കൺട്രികളിലാണെന്നുണ്ടെങ്കിലും അതിന് നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ സ്റ്റുഡൻസ് അബ്രോഡ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഫുൾ കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ നമ്മളുടെ ആളുകൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ്. UK, അയർലൻഡ്, ജോർജിയ എബ്രോഡ് സ്റ്റഡീസ് ഏത് കൺട്രിയിലും ആയിക്കോട്ടെ, ബെയ്റൂട്ട് തന്നെ ബെറ്റർ റൂട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയതിനെ ചൊല്ലി സംഘർഷം. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സംഘർഷാവസ്ഥയുണ്ടായതോടെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കാണ്. ടൗണിലെ ഗതാഗത പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്ന് പാർട്ടി നടപടി നേരിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശശിക്കെതിരെ പാർട്ടി ഘടകത്തിന് ലഭിച്ചത് 1 ഡസനോളം പരാതികൾ. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതോടെ PK ശശി KTDC ചെയർമാൻ സ്ഥാനവും രാജിവെച്ചേക്കുമെന്നും സൂചന. പുതിയ ബസ് റൂട്ടുകളും അധിക സർവീസുകളും സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്താൻ മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി ജനകീയ സദസ്സ് നടന്നു. പെരിന്തൽമണ്ണ താലൂക്ക് തല ജനകീയ സദസ്സ് ആഗസ്റ്റ് 23-ന്. ചെറുപ്പളശ്ശേരി നഗര നവീകരണം 2ാം ഘട്ട ടാറിംഗ് ആരംഭിച്ചു. പുത്തനാൽക്കാവ് മുതൽ കച്ചേരിക്കുന്ന് കയറ്റം വരെയാണ് ടാറിംഗ് നടക്കുന്നത്. ഓണത്തിന് മുമ്പ് നഗരത്തിൽ ഉൾപ്പെടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ശ്രമം. ക്ലീൻ തച്ചനാട്ടുകര ക്യാമ്പയിൻ. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് KPM സർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.